അസ്സലാമു അലൈക്കും. പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ അശ്രദ്ധ കാണിക്കാറുണ്ട് പലരും. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയപ്പെടുന്നത്. രാവിലത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യന്. പലരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർ രാവിലെ എണീച്ചാലും രാവിലത്തെ ഭക്ഷണത്തിൽ പ്രാധാന്യം നൽകുന്നില്ല. ചില ആളുകൾ ചെയ്യുന്നത് അവർ ഒരുപാട് വൈകി മൊബൈലൊക്കെ നോക്കി വെറുതെ സമയം കളഞ്ഞ് ഒരുപാട് വൈകി ഉറങ്ങി വൈകി എണീച്ച് അങ്ങനെ തന്നെ ജോലികൾ അവർ നെഗറ്റീവിലായിരിക്കും എന്നുണ്ടാകുക, പോസിറ്റീവിലേക്ക് എത്തില്ല. രാവിലെ അവസ്ഥ മാറ്റണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ ജോലിക്ക് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ റെഡിയാകുന്ന അവസ്ഥ ഉണ്ടാകണം. പെട്ടെന്ന് അനുസരിച്ച് ജോലിക്ക് പെട്ടെന്ന് റെഡിയായി പോകരുത്. അപ്പോൾ നമ്മളൊരു മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെ ആക്കരുത്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയും എനിക്ക് രാവിലെ ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ രാവിലെ ഉറക്കില്ല, രാത്രി ഉറക്കില്ല, അതുകൊണ്ട് രാവിലെ ഉറങ്ങിപ്പോകുന്നു. ഇന്ന് ഉറങ്ങുന്നതിന് വേണ്ടി എന്താണ് നിങ്ങൾ തയ്യാറെടുത്തത്? നേരത്തെ കടന്നോ? നേരത്തെ 2 മണിക്കൂർ മുമ്പ് മൊബൈൽ ഓഫാക്കിയോ? അത്യാവശ്യം മെസ്സേജൊക്കെ നോക്കാം. മൊബൈലൊക്കെ ഇന്നത്തെ നമുക്കറിയാം, ഇന്നൊക്കെ പല ബിസിനസ് മൊബൈലില്ല. അപ്പോൾ അത്യാവശ്യം മൊബൈലൊക്കെ നോക്കാം. പക്ഷേ അത്യാവശ്യം 2 മണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അതുപോലെ ഭക്ഷണവും ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് വയറ് കാലിയാക്കി വെക്കുക. എന്നിട്ട് നല്ല വിശാലമായി നല്ല മയേൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ നല്ലൊരു പ്രഭാഷണം ചെറിയൊരു പ്രസംഗമൊക്കെ കേൾക്കുക ചെറിയ സൗണ്ടിൽ. എന്നിട്ട് അവിടെ കിടക്കുക. അങ്ങനെ നല്ല മയേൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, നമുക്കറിയാം യൂട്യൂബിൽ പല വീഡിയോയിൽ അവൈലബിളാണ്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പ്രഭാത ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇപ്പം പലപ്പോൾ മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മദ്രസയിൽ പോകുന്ന കുട്ടികൾ രാവിലെ 7 മണിക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ട്യൂഷന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ രാവിലത്തെ പ്രഭാത ട്യൂഷന് 6 മണിക്ക് അവർ പറഞ്ഞ സമയം രാവിലത്തെ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് രാവിലെ കഴിക്കാതെ. അപ്പോൾ ചില ആളുകൾ പറയും എൻ്റെ കുട്ടി കഴിക്കില്ല, എൻ്റെ കുട്ടി രാവിലെ ഒന്നും കഴിക്കില്ല, എൻ്റെ കുട്ടിക്ക് ഒന്നും വേണ്ട, ഇങ്ങനെ പഞ്ചസാര ഇഷ്ടം പോലെ കോരിയിട്ട് അതും കൊടുക്കും. അതിൻ്റെ കൂടെ 2 ബിസ്ക്കറ്റ് 3 ബിസ്ക്കറ്റ് മുക്കാലും കൊടുക്കും. ബിസ്ക്കറ്റ് മുക്കി കഴിച്ച് കുട്ടിക്ക് ശീലമായി. അത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ചായയും നല്ല ബിസ്ക്കറ്റും. നേരെ മറിച്ച് വെറൈറ്റിയായ ഭക്ഷണങ്ങൾ രാവിലെ ഉണ്ടാക്കി കൊടുക്കുക. മാതാവ് രാവിലെ എണീക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. എന്നിട്ട് രാവിലെ വെറൈറ്റി ആയിരുന്നു കായ് വാട്ടി കൊടുക്കുക, കായിൽ മുട്ടയിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കുക, തേങ്ങ ചിരകിയിട്ട് വാട്ടി കൊടുക്കുക. അതുപോലെ ചെറുപയർ പൂങ്ങി കൊടുക്കുക, അതുപോലെ ആംപ്ലേറ്റ് ആയി കൊടുക്കുക, ആംപ്ലേറ്റ് ബ്രെഡ് ആയി കൊടുക്കുക. അങ്ങനെ വ്യത്യസ്തമായത് കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് വ്യത്യസ്തമായ ടേസ്റ്റിയായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക രാവിലെ. അങ്ങനെ അവർ ശീലിപ്പിക്കുക രാവിലെ അവരെ നല്ല ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അത് അങ്ങനെ ശീലമായിക്കോളും. അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ അതിരിക്കാൻ നിർവാഹമില്ല. ചില ആളുകൾ വാരി വലിച്ച് നല്ലോണം കഴിക്കുന്ന അവസ്ഥയുണ്ട്. ഏത് സമയത്താണെങ്കിലും നല്ലോണം കഴിക്കാം. ഇപ്പോൾ ഓണസദ്യയൊക്കെ നമ്മൾ കാണുന്നില്ല, എത്രയോ ഐറ്റംസ് കറിയും അതിൻ്റെ ഒരുപാട് ചോറും. സാമ്പാർ കൂട്ടിയൊരു ചോറ് വേറെ, മറ്റേ തോരൻ കൂട്ടിയിട്ട് കുറച്ച് കഴിക്കണം, വറവ് കൂട്ടിയിട്ട് കുറച്ച് കഴിക്കണം, ലാസ്റ്റ് പായസം കുടിക്കണം, ഇല്ലത്തെ മധുരം ഒരുപാട് ഇട്ടിട്ട്. അങ്ങനെയല്ല, അങ്ങനെ വെറൈറ്റിയായ ഭക്ഷണം ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചോറിൻ്റെ അളവ് നമ്മൾ എന്തായാലും കുറക്കണം. വയറിന് ഏറ്റവും വലിയ വൈദ്യം അവർ പറയുന്നത് വയറിനെ 3ആയി തിരിക്കണം. ഇപ്പോൾ പ്രവാചകൻ ശ്വാസം വേണ്ടി വാക്കുണ്ട്, വയറിനെ 3ആയി തിരിച്ച് അവൻ ഉറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രം അവൻ്റെ വയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3ആയി തിരിക്കുക. ഒന്ന് വെള്ളം കുടിക്കുക, ഒന്ന് ഭക്ഷണം കഴിക്കുക, ഒന്ന് കാലിയാക്കി വിടുക 3ാമത്തെ ഭാഗം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും വലിയ വൈദ്യം കൂടി ഇതാണ്. ഇത് ഒരാൾ മനസ്സിലാക്കിയാൽ, ഇതൊരാൾ ശീലിച്ചിതാക്കിയാൽ അവന് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറയും ചില ജനിച്ച കുട്ടിക്ക് ഒരു അസുഖത്തില്ല ജനിക്കുന്നത്. അത് മറ്റു നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ ആക്കുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ആരോഗ്യവാനായിരിക്കുക എന്നത് രാവിലെ എണീക്കുക, ഒരല്പം വ്യായാമം ചെയ്യുക, രാവിലത്തെ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ ഉച്ചക്കും രാത്രിയൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇന്ന് കാണുന്നില്ല ആശുപത്രികളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച, നിരന്തരമായി ആശുപത്രി വരാൻ നിങ്ങൾക്ക് കാണുന്ന കാഴ്ച. ഈ അടുത്ത് അത് പറയുമ്പോൾ ഓർമ്മ വന്നു, ഒരു പുസ്തകം ഞാൻ വായിച്ചത്, അവർ ഈ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അവർ ലാസ്റ്റ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഒരാഴ്ച നിന്നിട്ട് ഒരു ഡോക്ടറെ കാണാൻ, ഭയങ്കര ഡോക്ടറാണ്, മാസങ്ങളോളം കാത്തിക്കണം ചിലപ്പോൾ കാണാൻ. ചിലപ്പോൾ ഒരുപാട് പേഷ്യൻ്റ് 60, 80, 100 പേഷ്യൻ്റ് ഉണ്ട്. എന്നാലും ചില ആളുകൾ എമർജൻസിയായി വന്ന് എനിക്കിപ്പോൾ പോകേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും നിൽക്കുന്ന ആളുകൾ ഒരക്ഷരവും ഉണ്ടാതെ ഈ മുമ്പിലേക്ക് ഈ മനുഷ്യന് നിന്ന് കൊടുക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നതാണ്. ഈ ഡോക്ടർ അത്ഭുതത്തോടെ കുറിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ കുറിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ജീവിതത്തെ കാണുന്നത് മറ്റൊരവസ്ഥയിലാണ്, മറ്റൊരു കണ്ണിലൂടെയാണ് അവർ ജീവിതത്തെ കാണുന്നത്. കാരണം അവരെ കഴിഞ്ഞു, ഈ ദുനിയാവിൽ നിന്ന് അവർ വിട്ടുപോകാൻ നിൽക്കുകയാണ്. അവർക്ക് തന്നെ ബോധ്യമുണ്ട്, കാരണം ഞാൻ ലാസ്റ്റ് സ്റ്റേജിലായില്ല, ഇനി കുറച്ച് കാലം ജീവിക്കും. നേരെ മറിച്ച് ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മൾ നല്ല മനുഷ്യനാകാൻ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ തന്നെ മതിയാകുന്നതാണ്. കാരണം രാവിലെ ആയ വൈകുന്നേരം നിങ്ങൾ പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായ രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്.
അതുപോലെ ഭൂമിയിലൂടെ നിങ്ങളൊരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. പ്രവാചകൻ്റെ വചനമാണ്, യാത്രക്കാരനെ പോലെ ജീവിക്കണം. കാരണം ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ വീട് കെട്ടില്ല, ഇവിടെ ബിൽഡിങ് സ്വന്തമായിട്ട് എടുക്കില്ല ഈ പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. കാരണം എന്താ, നമ്മൾ ഇവിടുത്തെ യാത്രക്കാരനാണ് അല്ലെങ്കിൽ ഒരു പ്രവാസിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതേപോലെ ഒരല്പം ഭക്ഷണം നമ്മൾ കഴിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. അത് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരുപാട് കരിച്ചതും പൊരിച്ചതൊക്കെ ഒരുപാട് കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇന്ന് പല ബ്ലോക്കും പല പ്രശ്നങ്ങളും, ഹൃദയ സംബന്ധമായതും ഹാർട്ട് സംബന്ധമായതും, ഇങ്ങനെ പല രീതിയിലുള്ള സംബന്ധമായ രോഗങ്ങളും വരുന്നത് അധികമായി ഭക്ഷണം തന്നെ നിയന്ത്രിച്ചാൽ തന്നെ. ഈ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ വായിച്ചത് അവിടെ പറയുന്നത് മദീനയിലേക്ക് ഒരു സംഘം, ഇത് ഹദീസല്ല, ചരിത്രത്തിൽ നമുക്കറിയാം അതിൻ്റേതായതുണ്ട്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് വൈദ്യന്മാർ വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ട് അവർ മടങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. കാരണം ഒരാളെ ചികിത്സിക്കുക, രോഗമായിട്ട് ഒരാളില്ല. കാരണം അവർ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ലോണം വിശന്നാൽ മാത്രമേ അവർ കഴിക്കൂ, അത് അല്പം മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് അവർക്ക് അസുഖമില്ലാത്തതാണ്. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേൽക്കുക, ഒരല്പം ഭക്ഷണം കഴിക്കുക, ഒരുപാട് കഴിക്കാതിരിക്കുക. കുട്ടികളൊക്കെ രാവിലത്തെ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വെറൈറ്റി ആയി ഉണ്ടാക്കി കൊടുത്ത് അത് ശീലിപ്പിക്കുക. കുട്ടികളൊക്കെ നല്ല രീതിയിൽ നമ്മളെ മക്കളെ വളർത്താനും നമ്മളെ ആരോഗ്യത്തെ പരമാവധി നമ്മളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ.